വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖാണെന്ന് വിചാരിക്കുന്നു. ഈ കാക്ക കിടന്ന് കാറായിരിക്കാൻ പറയൂ പ്ലീസ് ബ്ലോഗിനകത്തിൻ്റെ. നമ്മൾ ഇന്ന് എറണാകുളം പോവുകയാണ്. എറണാകുളം ഒരു റാൻഡം വ്യക്തിക്ക് 20,000 in 1 hour ചിലവാക്കാൻ കൊടുക്കാൻ വേണ്ടി. ഇതിനു മുമ്പ് ഒരു 8 മാസം മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാസം ആ പുള്ളിക്കായത്തെ കാര്യം കിട്ടിയില്ല, ചിലവാക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം, അന്ന് ഞാൻ 50,000 ലൈക്കിന് 50,000 രൂപ ചിലവാക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ, പക്ഷേ 50,000 ലൈക്കിന് കിട്ടിയില്ല, 30,000 ഒതുങ്ങിപ്പോയി. അതിൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോയുടെ അവസാനമാണത് പറഞ്ഞത്. അത് കുറച്ചുകൂടി മുമ്പിലോട്ട് കയറ്റി പറഞ്ഞാൽ കിട്ടിയേനെ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് നമ്മൾ പിന്നെ 20K തന്നെ ചെയ്യുകയാണ്. ഞാൻ പുതിയ അട്ടയർ എങ്ങനെയുണ്ട്? അന്ന് ഞാൻ ഇത് അവിടുന്ന് മേടിച്ചതാണ്, ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ലാസ്റ്റായിട്ട് കുറേയേറെ ഡ്രസ്സ് മേടിച്ചെന്ന് പറഞ്ഞില്ലേ, അവിടെ വെച്ച് മേടിച്ചതാണ്. ഈ ടീസും ഈ ജാക്കറ്റല്ല, ഇത് ഒരു വലിയ കട്ടിയുള്ള ഇത് വേണമെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ഉപയോഗിക്കാം, അത്രയ്ക്ക് കട്ടി വേണ്ടി എനിക്ക്. എന്തായാലും വല്ല ഇൻഡോർ ഷൂട്ട് നോക്കാൻ, അല്ലെങ്കിൽ പിന്നെ വിയർത്ത് കുളിച്ചൊരു തീരുമാനമാണ് ഞാൻ. എൻ്റെ കാറിനകത്ത് മറ്റവൻ കയറിയെന്ന് പറഞ്ഞായിരുന്നല്ലേ. നീ ഞാനുമായിട്ട് എറണാകുളം വരുമല്ലെങ്കിൽ കൊച്ചു കള്ളല്ല ഇവിടെ ഉണ്ടായിരുന്നാ. അങ്ങനെ കിടിലം പൂച്ച കേട്ടെ. കളിക്കുന്നതും ചാടുന്നതും കുറെ ഫുട്ടേജ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ഒരു ചൂലുണ്ടായിരുന്നു കാണിച്ചേനെ. ഇതേ അതിന് കളിക്കാനുള്ള കുറെ സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കേണ്ടി വരും കേട്ടാ. ചാടും നോക്കിക്കേ. കമോൺ പിന്നെ പേപ്പർ കൊടുത്താൽ അതിൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കും. അച്ഛൻ ഫുഡ് കൊടുത്തില്ല. ഇതെന്താ ഈ ജില്ലയിലുള്ള ഫുൾ കാക്കയുണ്ടല്ലോ ഇവിടെ. നമ്മൾ ട്രെയിനറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവനെയും പൊക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം. ഇന്ന് നമ്മൾ റാൻഡമായിട്ട് വഴിയിൽ നിന്ന് പിടിക്കുന്നതുകൊണ്ട് എത്ര നേരം എടുക്കുമെന്ന് അറിയത്തില്ല ആളെ കിട്ടാൻ. മറ്റേ കേരളത്തിലൊരു ഡംബിളിൻ്റെ വീഡിയോ നടക്കുന്നില്ലേ, ഒരു 102 കിലോയുടെ ഒരു ഡംബിള് പൊക്കുന്നതിന് എന്താണ് 5,000 രൂപ കണ്ട്. അത് ആലപ്പുഴ വരുന്നുണ്ട്. നീ ചെയ്യല്ലേ ചെയ്യാന്ന് വെച്ചാൽ 5,000 മേടിക്കുമല്ലേ എന്ന്. മേടിക്കുവാണെന്ന്. മേടിക്കും. അവന്റെ സൗണ്ട് വരുന്നുണ്ടോ? എന്റെ മൈക്കിലാ മൈക്കിരിക്കുന്നത്. നമ്മൾ മോളിലെത്തി ബോയ്സ്. നമുക്ക് ഇവിടുന്ന് റാൻഡം ആളെ കണ്ടുപിടിക്കണം. ആരാണ് ആ ഭാഗ്യവാൻ? എന്തായാലും മുമ്പിലോട്ട് കുറേയേറെ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ചിലപ്പോൾ ടോപ്പ് ഫ്ലോറിൽ കറങ്ങി പോകേണ്ടി വരും. എന്തായാലും നമ്മൾ ആ ചുരുളിലോട്ട് എത്തിയിരിക്കും. ഈ വണ്ടിയിൽ നിന്ന് കുറച്ച് മുമ്പിലോട്ട് പോയിട്ട് പിന്നെ നമുക്ക് കിടന്ന് കറങ്ങാം. എക്സ്പ്ലോർ ആയില്ല. ഈ വണ്ടി മഹാ സ്ലോ ആണ് മുമ്പിലുള്ള വണ്ടി. അതാണ് ടൈം വെറുതെ വേസ്റ്റ് ആണ് ഈ വണ്ടി. സെക്കൻഡ് ഫ്ലോറിലോട്ട് ഒന്ന് കേട്ടിട്ട് സെക്കൻഡ് ഫ്ലോർ എത്തിയാ ഇല്ലെന്ന്. സെക്കൻഡ് ഫ്ലോറിലും ഇല്ല കേട്ടോ. മൂന്നാമത്തെ ഫ്ലോറും ഇല്ല, 4th ഫ്ലോറിലും ഇല്ല. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ അവിടെ പൊക്കം നിറച്ച് ആടും നമ്മൾ ഇനിയും പോകുന്നു. ഈ ഫ്ലോറും ഇല്ല. ഇത് 4th ആ 5th ആ? 5th ഫ്ലോറിലും ഇല്ല. 6th ഫ്ലോറിൽ കിട്ടി. എല്ലാവരും ഞാൻ അവിടെ വ്ളോഗും കൂടെ എടുക്കാതെ അങ്ങോട്ടോട്ട് നോക്കിയത് ആ ക്യാമറയിലോട്ട്. വ്ളോഗ് ചാനലിൽ വരും. മെയിൻ ചാനലിൽ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാൻ പോകുന്നതാണ്. നിങ്ങളെന്ത് ഇറങ്ങിയ ഏത് സ്കൂളാ? ഫുൾ വലിയ ട്രീറ്റ് ആണല്ലേ. ഇതിപ്പോ മേടിച്ചാണോ? ഷേ അതാ കിട്ടാറുണ്ടോ അവിടെ? ഞാനൊരു തട്ടിപ്പാണെന്ന് വെറുതെ കയറുന്ന. എത്ര പൈസ പൊട്ടിച്ചതിന് വേണ്ടി? ഇതൊരു 2,000 ഉണ്ടെന്ന് തോന്നുന്നു. ഇതിറങ്ങും. നിനക്ക് നല്ല ആക്സിഡന്റ് ആണല്ലോ. എന്താ പേര്? ഹരിചന്ദനാ? അങ്ങനില്ല, അവൾക്കൊരു പ്രത്യേക ആക്സിഡന്റ് അതുകൊണ്ട് ചോദിച്ചാ. ശരിയാണ്. പോട്ടാ, പിന്നെ കാണാം കേട്ടാ. നീ ഇവിടെ പഠിക്കണോ? എത്ര വയസ്സ് നിനക്ക്? എന്ത് പണിക്ക് പോകുന്നു? പഠിക്കാൻ പോകുന്നില്ല നീ? അത് ശരിയല്ലേ ഏട്ടാ. വീഡിയോ കഴിഞ്ഞ് ഈ വീഡിയോ എപ്പോൾ വരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 ദിവസത്തിലൊക്കെ വരുമായിരിക്കും. സോ മെനി വീഡിയോസ് കമ്മിങ്, ഐ ഡോണ്ട് ഈവൻ നോ വെൻ ഇറ്റ്സ് ഗോണ കം. ബോയ്സ്, നമ്മളിപ്പോൾ റോയൽ ഡ്രൈവ് വന്നിരിക്കുകയാണ്. ഇവിടെ മറ്റേ ലക്ഷറി സെക്കൻഡ് ഹാൻഡ് വണ്ടി. എനിക്ക് വേണ്ടിയല്ല, അവന് മിനി കൂപ്പർ കാണാൻ വലിയ ആഗ്രഹം. എന്നുവെച്ചാൽ അവൻ്റെ ഒരു ആഗ്രഹമുള്ളൊരു വണ്ടിയാണ് അല്ലേ? ആണോ അല്ലേ? യെസ്. എന്തായാലും നോക്കിയിട്ട് പോവാം. മിനി കൂപ്പർ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ നമ്മൾ താങ്ങുമോ? എംപിയുടെ ബഡ്ജറ്റിൽ താങ്ങും. എന്റെ ബഡ്ജറ്റില്ല. എനിക്ക് അത്രയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടാടാ? ഉണ്ട്. BMW എടുക്കുമ്പോൾ ഇതെടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അവനത് ഈ വണ്ടി വളരെ ഇഷ്ടം. ഇവിടുന്ന് പോകുമ്പോഴൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ബ്രോ എത്രയുണ്ട് റേഞ്ച് പ്രൈസ്? അവിടെ പെർമിഷൻ വേണം ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. എന്തായാലും ആ സാധനം 2022 49 ലക്ഷം കൺവേർട്ടിബിൾ പെട്രോള്. അങ്ങനെ എനിക്കങ്ങനെ ചെറിയ വണ്ടികളെ വലിയ താല്പര്യമില്ല, വലിയ വണ്ടികളാണ്. എന്തായാലും അവന് കാണണമെന്നാണ് അതുകൊണ്ട് വന്നതാണ്. പിന്നെ നോക്കാം.
നോക്കും. എന്താണ് ഇത്ര കറുത്ത മീശ അടക്കം ഒരു വെള്ള മീശ? പ്രായമായി. അത് മുറിച്ചിടണം. എടുത്തു നിൽക്കുന്നത് ഒരു വെള്ള രോമേ. പണിയില്ല. എന്തായാലും ബോയ്സ്, സാധാരണ ഞാൻ 2 ദിവസം മിക്സ് ചെയ്യാതെയാണ്. ഇത് 2ാമത്തെ ദിവസം. നമ്മൾ ഇന്നലെ 20,000 കൊണ്ടുപോയി ഒരുത്തിന് കൊടുത്ത് തീരുമാനമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കുറേ ലേറ്റായി. അപ്പോൾ 2ാമത്തെ ദിവസമാണിത്. 2ാമത്തെ ദിവസത്തെ കണ്ടിന്യൂഷൻ. ഇതൊക്കെ എന്ന് വെച്ചാൽ 20,000 കൊടുക്കുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ റിസൾട്ടൊന്നും വന്നില്ലായിരുന്നു. ഇതിപ്പോൾ 20,000 കൊടുത്തു കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ ബിഗ് ബോസ് റിസൾട്ടൊക്കെ വന്നു. ചിലവരെന്തോ ആൾക്കാരെയൊക്കെ ജയിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ, പ്രസ്റ്റീജ് എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. ഇത് ചെയ്യാറ് ചിലത് പുറത്തുനിന്ന് കാണുമ്പോൾ ചിരിയായിരുന്നു. നമ്മളിപ്പം ട്രെയിനറിനെ പൊക്കാൻ വേണ്ടി പോവുകയാണ്. ട്രെയിനർ എറണാകുളത്ത് കിടക്കുക. നമ്മളിവിടെ നിന്ന് എറണാകുളത്തോട്ട് പോകും, നമ്മൾ ആലപ്പുഴ നിൽക്കുക. അപ്പോൾ 2 ദിവസത്തെ വ്ളോഗ് മിക്സ് ആയിട്ടാണ് വരുന്നത്. ഞാൻ പരമാവധി വ്ളോഗ് ഇടും ഡെയിലി. പക്ഷെ ഇപ്പോൾ ഒന്ന് ബിസി അല്ല. ഇനി അത് അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് വയനാട് പോകണം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തമിഴ്നാട് പോകണം, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മുംബൈ പോകണം. അങ്ങനെ അടുപ്പിച്ച് വീഡിയോ ഇങ്ങനെ തകർത്തിറക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. ആ 20,000 ചിലവാക്കിയവരെ മേടിച്ച സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മോനെ എന്തായിരിക്കും. അവനെ പിക്കപ്പ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് അവിടെ വല്ല ഒരു ബാഡ്ലൻസിന്റെ മൂവിയാണ് ആന്ന് കാണുന്നത്. എവിടെയാണ് നീ? തപ്പുവാണല്ലേ നീ? എവിടെ? റോയൽ ഡ്രൈവ് എത്താറായി. ആ വന്നോണ്ടിരിക്കുക. ഫ്രണ്ടിൽ എവിടെ നോക്കണം കാണുന്നുണ്ട്. അതാണ് അവൻ കറുത്ത ഷർട്ട്. വൈകുന്നൊക്കെ പിക്കപ്പ് ചെയ്യേണ്ടി വരുന്നു. എനിക്ക് പുറകിരുന്ന് ഛർദ്ദിക്കാൻ പോയി. നിന്റെ വീട്ടിൽ ഞാൻ വന്നായിരുന്നു. ആര് പറഞ്ഞു? ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞാണ് 11-ാം തീയതി. ഞാൻ 11 പറഞ്ഞു, ബുധനാഴ്ച എന്നും പറഞ്ഞു. ഇത് ബുധനാഴ്ചയാണ്. ഇന്ന് ചൊവ്വാഴ്ച. ബുധനാഴ്ച എന്ന് പറഞ്ഞു നീ. ഞാൻ ബുധനാഴ്ച പറഞ്ഞു. ഞാൻ 11-ാം തീയതി ബുധനാഴ്ച എന്ന് പറഞ്ഞു നീ. ഇല്ല, അത് ഇവന്മാരാണ്ട പറഞ്ഞ ബുധനാഴ്ച എന്ന്. വീട്ടിൽ വന്നിട്ട് വിളിച്ചു നോക്കുമ്പോ ഇവനും ഇല്ല, ആരുമില്ല. ഞങ്ങളുടെ നടത്തിന്റെ കൂടെ പോലും ഞങ്ങളുടെ കിണ്ടിയില്ല. ഇവിടെ വന്ന് 70 കിലോമീറ്റർ ദൂരെ വന്ന് പിക്ക് ചെയ്യേണ്ടി വന്നു. നിന്നെ 200 ഹാൻഡ്ഗ്രപ്പിലൂടെ വെച്ചാ നടക്കത്തില്ല. ഉച്ചയ്ക്കുന്നു ഇത്ര പറ്റുമോ? എന്തുവാ ഇത്? 250 അത്രയെങ്കിലും ആക്കാൻ പറ്റുമോ? ഞാൻ ചെയ്ത് എത്രയെങ്കിലും 250 എത്തിക്കാൻ പറ്റുമോ? നീ ചെയ്തെത്ര ആക്കാൻ പറഞ്ഞിട്ട് ഇത്രയും ഗ്യാപ്പേ വന്നുള്ളൂ. ഇതിനെക്കാട്ടിയും കൂടുതൽ എന്തായാലും എനിക്ക് നടക്കത്തില്ല. നിനക്കാട്ടിയും കൂടില്ല. 200 ടച്ച് ചെയ്ത് നോക്കട്ടെ. ആൾക്കാരെ കാണിക്ക്. പക്ഷായില്ല. 200 നിഷ്പ്രയാസമാവും. എന്റെ കൈക്ക് വണ്ണ വീതി കുറവാണ്. ഇപ്പൊ എക്സ്ക്യൂസ് പറഞ്ഞാൽ മതി. ബിഗ് ഹാൻഡ് ഓർ സ്മോൾ ഹാൻഡ്. ഇതിന്റെ വേണം വീഡിയോ ചെയ്യണം. എനിക്ക് ചെയ്യണം താല്പര്യമില്ല, എന്നാലും വേണം ചെയ്തേക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊന്നും പറയാം. എന്ത് പുച്ഛമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയണം. പറ്റുന്നില്ലല്ലേ? അത് നമ്മൾ പറയണം. നമ്മളെന്താ പറയണം? എല്ലാവർക്കും പറ്റും. നമ്മൾ പറ്റത്തില്ലെന്ന് പറയില്ലേ? ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഞാൻ 10,000 രൂപ കൊടുക്കും കേട്ടോ. എല്ലാവർക്കും പറ്റുന്നുണ്ട്. ആ 350 ഇത് ഞാൻ 10,000 രൂപ കൊടുക്കും. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബോംബെ ഇറങ്ങി വരട്ടെ, എന്നിട്ട് ഞാൻ ചെയ്യാം. ഇപ്പം എൻ്റെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 10,000 വെറുതെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നു. എനിക്ക് അത്രയ്ക്ക് പറ്റും. അപ്പോൾ നമ്മൾ ബാഡ്ലൻസ് അല്ലേ ഇപ്പൊ കണ്ട ഒരു മൂവി ഉണ്ട്, നമുക്ക് കണ്ടിട്ട് ഓൾമോസ്റ്റ് 7:50 മൂവി. നമ്മൾ 7:48 പോലെ 7:48 കുറെ നാളെ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ബാഡ്ലൻസ് 4DXിൽ ഷോ ഉള്ളത്. അവസാനം കാണാൻ വന്നപ്പോൾ 4DXിൽ നമ്മുടെ ചെയറൊക്കെ കുലുക്കുന്ന സംഭവമില്ല. വെറും ഷോകാ. ഒരു കംഫർട്ടബിൾ ചെയർ പോലും എല്ലാം ആവശ്യമായിട്ട് കൊടുക്കും. നമുക്ക് മൂവി ക്യാൻസൽ ചെയ്യും. ഈ അകത്ത് ടീഷർട്ട് മാത്രമേ കുറച്ചുള്ളൂ കേട്ടോ. പക്ഷെ പുറത്ത് ജാക്കറ്റാണല്ലോ. എന്റെ വില നോക്കിട്ടാ 6,749 ഒരു ദിവസം ഒരു നാൾ. നീ മറ്റേ എന്താണ് വൺ ഡേ മിനി കൂപ്പർ എടുക്കാൻ പോവാ? മിനി കൂപ്പർ എടുക്കാൻ പറ്റിയ ജാക്കറ്റ് ഒന്നും വേണ്ടേ? പെട്രോൾ അടിക്കാൻ നിങ്ങൾ ഇത്രയൊക്കെ പൈസ ആവും. വിശ്വാസം വരില്ലേ? വിശ്വാസം വന്നോ? എന്റെ ഡ്രീംസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ മിനി കൂപ്പർ എന്താ
ഇവൻ പറയാ മുകളിനകത്തുള്ള കട ഇടക്കിടക്ക് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെക്കുമെന്ന്. ഞാൻ പറഞ്ഞ ആ പഴയ കട എവിടെ ചോദിച്ചപ്പോ അതെങ്ങനെയല്ല മാറ്റി വെക്കും ഒരു പലവട്ടം ഒന്ന്. ഞാൻ പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട്, ഇതിന്റെ വില ചോദിച്ചിട്ടുണ്ട്, ഇതുവരെ മേടിച്ചിട്ടില്ല. 5 lakhs 99. 5 ലക്ഷം ഒരു ദിവസം ഞാൻ വാങ്ങി. ആ ദിവസം വളരെ അടുത്താണ്. വേണം ഈ മാസം മേടിക്കാൻ എനിക്ക് വേറെ കുറച്ച് ചിലവുണ്ട്, വീഡിയോ ഇടാൻ പറ്റും. ഞാനിപ്പോഴും എൻ്റെ ഡ്രീംസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക. അൾട്രാ 3 മേടിക്കണമെന്നുണ്ടായിരുന്നു ഒരു ദിവസം. ഇന്ന് ആ ദിവസമല്ല, ഇന്ന് എന്തായാലും ആ ദിവസമാണ്. അത് എൻ്റെ കൈക്ക് നല്ലതല്ലേ, ഇന്ന് തന്നെ മേടിക്കട്ടെ. ഈ അൾട്രാ എങ്ങനെയാണ് എന്നെ വേണ്ടത്? ഈ വയറ് ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റാം. ഇതെന്റെ കൈക്ക് ചെറുതല്ലേ, എന്നെ കാണുന്നത് അൾട്രാ ആണെന്ന് തോന്നുന്നു. केरला घूमने नॉर्थ वाले बहुत कम मिलते हैं मुझे यहाँ पे. മേടിക്കാൻ പോണോ? ഞാൻ ഏത് കൊടുന്ന എല്ലാം മേടിക്കാൻ പോവാണ്. അല്ല, ഈ തൊടുന്നതൊക്കെ മേടിക്കാൻ ചിലപ്പോ ചാൻസ് കൂടുതലാണ്. ഞാൻ തൊടുന്നില്ല. ഇതാണോ മേടിക്കുന്നത് JBL-ന്റെ? ആ ചെറുത് വാങ്ങാല്ലേ? നമുക്ക് കാറിൽ പോകുമ്പോ പാട്ടിടാം. ഇതിനകത്ത് ചെറുതില്. ഈ ചെറുതില് ഈ ചെറുതിലല്ല, ഈ ചെറുതില്. ഇതില്ല. ആ, ഞാൻ ഇതെടുത്ത് കാറി വെക്കാനാണ്. ഡിക്കി പോണെന്ന് അറിയില്ലേ? ഇതിന്റെ ഒക്കെ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് മാത്രമാണ് എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയും. ആൾക്കാർ അറിയട്ടെ. എന്താ ഇരിക്കുന്നത്? എന്താണ് നീ ചെയ്യുന്നത്? എടാ ഇതിനൊക്കെ ഇപ്പോഴേ പഠിച്ചു വെക്കുവാണോ? സമയമുണ്ട് ഇന്ന്. ഞാൻ ഇപ്പോഴേ പഠിച്ചു വെക്കുക.